ഇന്ത്യയുടെ ആത്മാവിനുമേൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയുടെ പ്രതികരണം എന്താണ്? ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഏതാണ്ട് വിച്ഛേദിച്ചതുപോലെയാണ്. സിന്ധു നദീജല കരാർ റദ്ദാക്കി പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല, കരുതലോടെ ജാഗ്രതയോടെ ആഭ്യന്തര ഭീകരരെ തുരത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കശ്മീരിൽ അങ്ങോളം ഭീകരരുമായി ഏറ്റുമുട്ടുന്നുണ്ട്. ഭീകരരെന്ന് സംശയിക്കുന്ന ഭീകരരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആയിരങ്ങളെ സേന കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല, പഹൽഗാമിന് സമീപമുള്ള കാട്ടിൽ രാത്രിയിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു എന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പഹൽഗാമിൽ വെടിവെച്ച ഭീകരരുമായി ഏറ്റുമുട്ടി എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അവരെ കൊല്ലാനോ പിടികൂടാനോ സാധിച്ചിട്ടില്ല. 200 കിലോമീറ്റർ അതിർത്തിക്കിപ്പുറത്ത് അവർ എത്തിയതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വേഗത്തിൽ മടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ കശ്മീരിൽ തന്നെയുണ്ടെന്നും അവരെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുമെന്നുമുള്ള വാശിയിലാണ് സേന ഇപ്പോൾ. അതേസമയം ഇന്ത്യയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ വേണ്ടത്ര ജാഗ്രതയും പ്രതിരോധവും ഉയർത്തുന്നുണ്ട്. അവരുടെ വ്യോമ പ്രതിരോധം പൂർണ്ണമാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം 2016-ലും 2019-ലും സംഭവിച്ചതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ ഒഴിവാക്കാനുള്ള നടപടിയും പാകിസ്ഥാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട്.